ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് കണ്ണേട്ടന് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. എനിക്ക് ഓഫുമായിരുന്നു. ഞാനെന്ത് ചെയ്തെന്നറിയാമോ? കണ്ണേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് വെച്ചാലോ എന്ന് വെച്ചിട്ട് എൻ്റെ വകയായിട്ട് ഉണക്കച്ചെമ്മീൻ തീയലൊക്കെ ഉണ്ടാക്കി കാത്തിരുന്നു. വൈകുന്നേരം കണ്ണേട്ടൻ വന്നപ്പോൾ ഉണ്ടല്ലോ, കണ്ണേട്ടന് ബീഫ് ഡ്രൈ ഫ്രൈ കഴിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ എനിക്കിതുണ്ടാക്കാൻ അറിയത്തില്ല കേട്ടോ. പിന്നെ കണ്ണേട്ടൻ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ കണ്ണേട്ടനായാലും ഞാനായാലും ഞങ്ങൾ അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കും. പരമാവധി ഞങ്ങളത് മറ്റൊരു ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാറില്ല, എസ്പെഷ്യലി ഫുഡിൻ്റെ കാര്യത്തിൽ കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ആഗ്രഹങ്ങളൊന്നും പോസ്റ്റ്പോൺ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊക്കെ അപ്പം തന്നെ ചെയ്ത് തീർക്കുന്നതന്നെ നല്ലത്. അങ്ങനെ ഈവനിങ് ആയപ്പോൾ അനിയത്തിയും ഫാമിലിയും വന്നു. ഈ വീക്കെൻഡ് ആകുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണണമെന്ന് വാശി പിടിക്കുന്ന കുട്ടികളാണ് കേട്ടോ. നീനൂട്ടി ഡാൻസ് ക്ലാസ്സിൽ പഠിച്ച സ്റ്റെപ്സൊക്കെ ചിറ്റയ്ക്ക് കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഉണക്കച്ചെമ്മീൻ തീയൽ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുമല്ല കേട്ടോ, ഇത് നല്ല സൂപ്പറായിരുന്നേ. പിന്നെ ഓമയ്ക്കയും പയറും തോരൻ, ഇതാണ് കണ്ണേട്ടൻ്റെ സ്പെഷ്യൽ ബീഫ് ഡ്രൈ ഫ്രൈ. പിന്നെ എന്നത്തെയും പോലെ നമ്മുടെ ലൗലോലിക്ക അച്ചാറും. അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാനുള്ള പുറപ്പാടിലാണേ. എന്നാൽ കഴിച്ച് തുടങ്ങട്ടെ. അപ്പോൾ ആദ്യം ചോറ് വിളമ്പി, അതിൽ ഓമയ്ക്കയും പയറും തോരൻ, പിന്നെ നമ്മുടെ അടിപൊളി ലൗലോലിക്ക അച്ചാറ്, പിന്നെ നമ്മുടെ മാസ്റ്റർ പീസായ ചെമ്മീൻ തീയൽ, ഉണക്കച്ചെമ്മീൻ തീയൽ. അവസാനം നമ്മുടെ സൂപ്പർ ബീഫ് ഡ്രൈ ഫ്രൈയും. ഇത് കിടുവായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ആസ്വദിച്ച് ഡിന്നർ കഴിച്ചു. രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോൾ പിരിഞ്ഞു. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. സാധാരണ ഉണ്ടല്ലോ ഇങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് കുട്ടികളെല്ലാവരും കരയാറാ പതിവ്. ഇത്തവണ എന്തായാലും അതുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇതുപോലൊരു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.